ഇനിയിപ്പോൾ ഇസ്രായേലി കൾട്ടിവേഷനാണ് വരാൻ പോകുന്നത്. നമ്മൾ കുത്തനെ ആകാശത്തേക്ക് ഇനി പാടം വിതക്കാൻ പോകുന്ന കാലമാണ് വരാൻ പോകുന്നതെന്നാണ് പറയുന്നത്. ഇതൊക്കെ എങ്ങനെ നടക്കും, എവിടെ നടക്കുമെന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ മാറ്റങ്ങൾ വരികയാണ്. ഈ മാറ്റങ്ങൾ വരുന്ന കാലത്തും നമ്മുടെ നാടിൻ്റെ മണ്ണിൻ്റെ മണമുള്ള മനുഷ്യരെ നമുക്ക് ആവശ്യമുണ്ട്. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. പെരിന്തൽമണ്ണ നഗരസഭ ചിങ്ങം 1 കാർഷിക ദിനം ആചരിച്ചു. നഗരസഭ ടൗൺ ഹാളിൽ നടന്ന ചടങ്ങ് നജീബ് കാന്തപുരം MLA ഉദ്ഘാടനം ചെയ്തു. ചിങ്ങം 1 കർഷക ദിനത്തോടനുബന്ധിച്ചാണ് പെരിന്തൽമണ്ണ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ വ്യത്യസ്ത മേഖലകളിലെ മികച്ച കർഷകരായ ഗോവിന്ദൻകുട്ടി കോഴിത്തൊടി, ശാരദ കോലോത്തൊടി, അബ്ദുസമദ് കാപ്പുങ്ങൽ, അയ്യപ്പൻ ചെറുകരപ്പുരയ്ക്കൽ, ബാബുമോൻ കുറ്റിക്കാട്ടിൽ എന്നിവരെ സ്നേഹോപഹാരങ്ങൾ നൽകി ആദരിച്ചത്. നഗരസഭ ടൗൺ ഹാളിൽ നടന്ന പരിപാടി നജീബ് കാന്തപുരം MLA ഉദ്ഘാടനം ചെയ്തു. കർഷകന്റെ മനസ്സ് വിശുദ്ധമായ മനസ്സാണ്. കാരണം ഒരു പൂ വിടരുന്നത് കരുതലോടെ കാത്തു നിൽക്കുന്ന, അതൊരു കായായി മാറുന്നത് കരുതലോടെ പരിചരിച്ചു നിൽക്കുന്ന, അതിനൊരു ഫലം എടുക്കുന്നത് വരെ കാത്തിരിക്കുന്ന ഒരു കാലമാണ്. ആ കാലത്ത് മനുഷ്യൻ്റെ തന്നെ ജീവിതമാണ് ഒരു കൃഷി. നമ്മൾ കടന്നു പോകുന്ന ഒരു കാർഷിക വർഷം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ തന്നെ ഒരു ജീവിത ചക്രമാണ്. നമ്മളും അങ്ങനെയാണ് അല്ലേ? ചെറിയൊരു ചെടിയായി നമ്മൾ മുളച്ച് നമ്മളൊരു പൂ വിടർത്തുന്ന കാലം, വസന്തകാലം ജീവിതത്തിൽ വന്ന് അത് കഴിഞ്ഞ് വാടിക്കരിഞ്ഞു പോകുന്ന മനുഷ്യ ജീവിതത്തെ തന്നെ ഓർമ്മിപ്പിക്കുകയാണ് ഓരോ കൃഷിയിടങ്ങളും ചെയ്യുന്ന കാര്യം. ഒരു പച്ചക്കറി കൃഷിയിൽ പോലും ഒരു മനുഷ്യൻ്റെ ജീവിതം ഇതിവൃത്തമായിട്ടുണ്ട്. അങ്ങനെ ഒരു കാലമാണ് നമ്മൾ. മാത്രമല്ല, മലയാളിയുടെ ഇവിടെ നിങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടാവും, മലയാളിയുടെ ജീവിതചക്രമാകെ കൃഷിയുമായിട്ടാണ്. നമ്മുടെ ഓണം കൃഷിയാണ്, കാർഷികമാണ്. നമ്മളുടെ ഏറ്റവും നല്ല വിളവെടുപ്പിന് ഈ നാട് മുഴുവനും പുഷ്പങ്ങൾ വിടർന്നു നിൽക്കുന്ന, പൂക്കൾ വിടർന്നു നിൽക്കുന്ന നമ്മുടെ വസന്തകാലമാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ ഓണമായി വരുന്നത്. പക്ഷെ ഇപ്പോൾ ആ വസന്തകാലവും ആ തണുപ്പിൻ്റെ കാലവും ഒന്നല്ല സെപ്റ്റംബറിലുള്ളത്. സെപ്റ്റംബറിലും മഴ ഇങ്ങനെ പെയ്യാണ്. അപ്പോൾ കാലം തെറ്റിയ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ലോകത്ത് മുഴുവനും വലിയ പ്രശ്നം സൃഷ്ടിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ കാലമാണ്. നമ്മൾ വിഷുക്കാലത്തുമ്പോഴേക്ക് വിളവെടുപ്പിൻ്റെ കാലമാണ്. കണിവെള്ളരിയുമായി നമ്മൾ കാത്തിരിക്കുന്ന ഒരു കാലമാണ്. അതെല്ലാം നമ്മുടെ കാർഷിക വൃത്തിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ജീവിതത്തിൻ്റെ ചക്രമാണ്. പക്ഷെ ഏറ്റവും വലിയ ഒരു പ്രയാസം, ഈ കർഷകർ ഇന്ന് ഇതൊരു ജീവിതോപാധിയായി എടുക്കാൻ കഴിയാത്ത വിധം പ്രശ്നത്തിലേക്ക് പോവാണ്. ഇപ്പൊ പ്രവചിക്കപ്പെടുന്ന ഒരു കാര്യം 2035 മനുഷ്യന് ഭക്ഷണത്തിന്റെ ദാരിദ്ര്യം ഉണ്ടാകില്ല എന്നാണ്. കാരണം ലോകത്ത് അത്രയേറെ മൾട്ടിപ്പിൾ പ്രൊഡക്ഷൻ എല്ലാ മേഖലയിലും നടക്കാൻ പോവുകയാണ് എന്നാണ് പറയുന്നത്. ഇതുവരെ നമ്മൾ പാടത്താണ് കൊയ്തതെങ്കിൽ ഇനി വെർട്ടിക്കലായിട്ട് കൊയ്യാൻ പോകാനാണ്. ഇനിയിപ്പോൾ ഇസ്രായേലി കൾട്ടിവേഷനാണ് വരാൻ പോകുന്നത്. നമ്മൾ കുത്തനെ ആകാശത്തേക്ക് ഇനി പാടം വിതക്കാൻ പോകുന്ന കാലമാണ് വരാൻ പോകുന്നതെന്നാണ് പറയുന്നത്. ഇതൊക്കെ എങ്ങനെ നടക്കും, എവിടെ നടക്കുമെന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ മാറ്റങ്ങൾ വരികയാണ്. ഈ മാറ്റങ്ങൾ വരുന്ന കാലത്തും നമ്മുടെ നാടിൻ്റെ മണ്ണിൻ്റെ മണമുള്ള മനുഷ്യരെ നമുക്ക് ആവശ്യമുണ്ട്. നഗരസഭാ ചെയർപേഴ്സൺ P. ഷാജി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പുതിയ ദിവസങ്ങളിലേക്ക് കടക്കുന്ന ഒരു പ്രത്യേക ദിവസമാണ് നമ്മൾ കർഷക ദിനമായി കേരളീയരാകെ ആചരിക്കുന്നു. വളരെ സന്തോഷപൂർവ്വം ഈ ദിവസത്തിൻ്റെ പ്രത്യേകതകൾ കൃഷി ഓഫീസർ സൂചിപ്പിച്ച പോലെ തന്നെ കർഷകരുടെ പ്രാധാന്യത്തെയും കാർഷിക വൃത്തിയെയും നമ്മൾ ഓർമ്മിപ്പിക്കാനൊക്കെ പല പരിപാടികളായി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കും. സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് വലിയ പ്രോഗ്രാം നടക്കുന്നുണ്ട്. നഗരസഭയും എല്ലാ വർഷവും നടത്തി വരാറുണ്ട്. തവണ കുറച്ചുകൂടി വിപുലമായി നമ്മൾ നടത്താൻ തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായി ഇവിടെ കർഷകരെ ആദരിക്കുന്നുണ്ട്. വിവിധ തരത്തിലുള്ള കർഷകരെയാണ് നമ്മൾ ആദരിക്കുന്നത്. മുതിർന്ന കർഷകനുണ്ട്, വനിതാ കർഷക ഉണ്ട്, വിദ്യാർത്ഥി കർഷകൻ, പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന കർഷകനുണ്ട്, ജൈവ കർഷകൻ. അങ്ങനെ 5 വിഭാഗം ആളുകളെ
നമ്മൾ പ്രത്യേകമായി ആദരിക്കാൻ തീരുമാനിച്ചു. നഗരസഭയുടെ ആദരം ലഭിച്ചതിന്റെ സന്തോഷം കർഷകർ പങ്കുവച്ചു. നഗരസഭ വൈസ് ചെയർപേഴ്സൺ എ നസീറ ടീച്ചർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ അമ്പിളി മനോജ്, കെ ഉണ്ണികൃഷ്ണൻ, കൗൺസിലറും സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റുമായ പച്ചേരി ഫാറൂഖ്, കൗൺസിലർമാർ, വിവിധ കാർഷിക വികസന സമിതി അംഗങ്ങൾ, കൃഷി ഓഫീസർ വി നസ്രീൻ, കൃഷി അസിസ്റ്റന്റ് പി വി സുരാജ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ചാനൽ 10 പെരിന്തൽമണ്ണ. ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ BKCC ഹെർട്ട് ഹോസ്പിറ്റൽ, മാനത്തുമംഗലം, ഊട്ടി റോഡ്, പെരിന്തൽമണ്ണ.